ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. പുതിയൊരു വർഷം തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് പുതിയ കാര്യങ്ങൾ ചെയ്യണ്ടേ. അതുകൊണ്ട് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഇൻസ്റ്റാഗ്രാമിൽ കുറേ നാളായിട്ട് കറങ്ങിക്കൊണ്ടിരുന്ന ഒരു സ്ഥലം കാണാൻ പോകണേ. അത് തന്നെ തുമ്പയിലുള്ള നമ്മുടെ സൂര്യകാന്തി പാടം. ഇവർ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ വരുന്നവരാരും പൂക്കൾ പറിക്കാൻ പാടില്ല എന്നുള്ള കാര്യം. ഞാൻ ആദ്യമായിട്ടാണ് സൂര്യകാന്തി പാടം ഇത്ര അടുത്ത് കാണുന്നത്. റീൽസിൽ കഴിഞ്ഞ വർഷം കുറേ തവണ കണ്ടിട്ടുണ്ടെങ്കിലും പോകണമെന്ന് പ്ലാൻ ചെയ്തിരുന്നു, പക്ഷേ ഒരു കാരണവശാലും നടന്നില്ല. ഇങ്ങനെയാണ് അവർ ഓരോ ചെടിയുടെ അടുത്തേക്ക് വെള്ളം എത്തിക്കുന്നത്. ഇതാകുമ്പോൾ അവർക്ക് വേണ്ട സ്ഥലത്ത് തന്നെ കറക്റ്റായിട്ട് വെള്ളം എത്തിക്കാൻ സാധിക്കും. ഈ സൂര്യകാന്തി ഇത്ര അടുത്ത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ പണ്ട് വിൻഡോസ് കമ്പ്യൂട്ടറിൻ്റെയൊക്കെ ഫ്രണ്ടിലായിട്ട് കുറച്ച് വാൾപേപ്പർ ഉണ്ടായിരുന്നു. ആ ഒരു രീതിയാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ വന്നപ്പോൾ ഏകദേശം ഒരു 10:30 കൂടി ആയതുകൊണ്ട് ചെറിയൊരു വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ സൂര്യകാന്തി മാത്രമല്ല, മറ്റു കുറച്ച് കൃഷികളും കൂടിയുണ്ട്. അതിനുവേണ്ടിയുള്ള മണ്ണ് വേറെയാണ്. ഒരു ഭാഗത്ത് നെല്ല് കൃഷി ചെയ്യുന്നുണ്ട്, മറ്റു ചിലയിടത്ത് ചീനി, പപ്പായ, വാട്ടർമെലൺ, തക്കാളി, അങ്ങനെ കുറേ സാധനങ്ങളും കൂടി ഇവിടെ കൂടുതലായി കൃഷി ചെയ്യുന്നുണ്ട്. ഞാൻ ഈ വാട്ടർമെലൻ്റെ ഫാൻ ആയതുകൊണ്ട് ഞാൻ എന്തായാലും അവിടെ നിന്ന് ഒരു വാട്ടർമെലൺ വാങ്ങാൻ തീരുമാനിച്ചു. ഇതിനൊക്കെ ചെറിയ പൈസ ഇവിടെ വാങ്ങുന്നുള്ളൂ. അപ്പോൾ ഇവിടെ തന്നെ കൃഷി ചെയ്യുന്ന സാധനങ്ങളായതുകൊണ്ട് ഞാനും അത് വാങ്ങി. കേരള സംസ്ഥാന കർഷക അവാർഡ് ജേതാവായിട്ടുള്ള ശ്രീ VS സുജിത് സാറാണ് ഈ ഒരു സംരംഭം തുടങ്ങിയിരിക്കുന്നത്. ഇത് 20 ഏക്കറുകളിലായിട്ടാണ് ഈ ഒരു കൃഷി ഇവർ ഇവിടെ ചെയ്യുന്നത്. അതായത് വിഷരഹിത ഭക്ഷണം എല്ലാവർക്കും എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഈ സ്റ്റാർട്ടപ്പിൻ്റെ ലക്ഷ്യം. ശ്രീ ജിതിൻ സ്വാമിയുടെ അനുഗ്രഹവും വാങ്ങി തിരിച്ചു പോരാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ കുറച്ച് പുളി കണ്ടത്. അപ്പോഴാണ് എനിക്ക് പഴയ കുറച്ച് നൊസ്റ്റാൾജിയ തിരിച്ചു വന്നത്. പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഒരെണ്ണത്തിൻ്റെ ഉള്ളിലും കൊള്ളാവുന്ന ഒരു സാധനം പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും പോകാൻ മറക്കണ്ട. തുമ്പ സെൻറ്റ് സേവിയേഴ്സ് കോളേജിലുള്ള പുഷ്പ കാർഷിക മേള ഇതെന്തായാലും ഫെബ്രുവരി മാസത്തോടു കൂടി അവസാനിക്കും.